യൂഷ്വലി ഗേറ്റിൽ ആരെങ്കിലും അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂഷ്വലി എന്താണ് മാർച്ചിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാർച്ചിലോ ഏപ്രിൽ മെയ് പോട്ടെ ജൂൺ ജൂലൈ പോട്ടെ ജൂലൈയിലെങ്കിലും ആരെങ്കിലും ഒക്കെ ഗേറ്റ് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അഡ്മിഷൻ എടുക്കും. പക്ഷെ എന്റെ കൂടെ ഇവിടെ ആൾ ഇരിപ്പുണ്ട്, കൊല്ലത്ത് നിന്നുള്ള ഗൂഗിളാണ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രീവിയസ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഇദ്ദേഹം വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് നവംബറിൽ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നവംബറിലൊക്കെ വന്ന് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം എന്താണ് ഇതിന്റെ പിന്നിൽ രഹസ്യം എന്താണ്? കുറച്ച് സമയം കൊണ്ട് ഇത്രയും പഠിച്ചെടുത്ത് 265 എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റാങ്കിലേക്ക് വരാൻ പറ്റിയത് എങ്ങനെയാണ്? അതായത് ഞാൻ എത്തിയത് ഭയങ്കര താമസിച്ചിട്ടുണ്ടായിരുന്നു, അത് ശരിയാണ്. പിന്നെ എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എല്ലാം പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. എക്സാമിന് വേണ്ടി മാത്രമായിട്ടാണ് എക്സാമിനായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി അതിനു വേണ്ടി പഠിച്ചു, എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ആ രീതിയിലാണ് പോയത്. ഞാൻ ഒരു കിട്ടുന്ന ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ എന്നെ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുമോ അല്ല. അതായത് ഈ എഴുതാൻ പോകുന്ന അറ്റംപ്റ്റിൽ ഒന്ന് ക്വാളിഫൈ ആവുക, എക്സാം ആയിട്ടൊന്ന് പരിചയമാവുക. ഇത് ഒന്ന് നല്ലോണം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 വർഷം കൂടി ഇരിക്കാം. 1 വർഷം ഇരിക്കണോ എന്നതായിരുന്നു ആദ്യത്തെ ഒരു സംശയം. അതായത് എന്നെ കൊണ്ട് നടക്കുമോ എന്നായിരുന്നു ആദ്യത്തെ സംശയം. ആദ്യം ആ ഒരു ഡിസിഷനിലേക്ക് ഇടാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡിബേറ്റ്ഷിപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വളരെ വൈകിയായിരുന്നു. പിന്നെ അവിടുന്ന് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. ടെസ്റ്റ് ഡോസ് എടുത്തോ? അത് ഭയങ്കര വിജയമായിരുന്നു. 265 ഒരു ഓൾ ഇന്ത്യ റാങ്ക് അല്ലേ? അപ്പൊ മുന്നോട്ട് ഇനിയും കൂടുതൽ പരീക്ഷകൾ എഴുതാനാണ് പ്ലാൻ അല്ലേ? അപ്പൊ ഇത് വിടുന്നില്ല, പഠനം തുടരുകയാണ്. അപ്പൊ ജൂനിയേഴ്സിനോട് പറയാനുള്ള മെസ്സേജ് അതാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഒരു വില്ലാളി വീരനെയാണ് നമ്മളോട് കാണുന്നത്. 265 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. അദ്ദേഹം വൈകി വന്നു, എന്നാൽ ഒരു നല്ല സ്ട്രാറ്റജിയോടെ പഠിച്ചു അല്ലെ? ഇൻസിഗ്നയുടെ ഒരു സ്റ്റഡി മെത്തഡോളജി നമ്മൾ പറഞ്ഞു തന്ന ഐഡിയാസും സ്ട്രാറ്റജീസിനോടൊക്കെ അത് വർക്ക്ഔട്ട് ആയോ നിങ്ങളുടെ കാര്യത്തിൽ? അതും പിന്നെ അതേപോലെ നമുക്ക് കിട്ടിയ ഫെസിലിറ്റീസ് സ്റ്റുഡൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതായത് ബേസിക്കലി ഞാൻ ഇപ്പൊ എന്തായാലും പറയുകയാണെങ്കിൽ ആദ്യമുള്ള ഒരു 2-3 മന്ത്സ് അത് വേണ്ട നമുക്കൊരു ക്വയറ്റ് അറ്റ്മോസ്ഫിയർ വേണം, നമുക്ക് പഠിക്കാനുള്ള ഒരു എല്ലാ ആംബിയൻസ് വേണം. അതേപോലെ ഇപ്പൊ ടോപ്പ് റാങ്ക്സ് വെച്ച സിദ്ധാർത്ഥ ആണെങ്കിലും പ്രണവായാലും അതൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ട് ആണ് ഇതിൽ പഠിച്ചത്. അവര് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങി, ഞാൻ വളരെ വൈകിയാണെങ്കിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ ഞങ്ങൾ അവിടെ തന്നെയാണ് പഠിച്ചത്. അതുപോലെ എനർജി അല്ലെ? ബാക്കിയുള്ളവർ ഓടുമ്പോൾ നമുക്ക് ഒപ്പം ഓടാൻ പറ്റും, ഓടാൻ തോന്നും. ഇടയ്ക്ക് നമ്മളായിരിക്കും കൂടുതൽ എനർജി കാണിക്കുക. അപ്പൊ അവര് നമ്മുടെ ഒപ്പം വരുന്നു. പിന്നെ ചില സമയത്ത് തിരിച്ചു മറിച്ച് അല്ലെ? നമ്മൾ ഡൗൺ ആകുമ്പോൾ അവരുണ്ട്, അവര് ഡൗൺ ആകുമ്പോൾ നമ്മളുണ്ട്. കമ്പൈൻ സ്റ്റഡിയുടെ പോസിറ്റിവിറ്റി വളരെ ഹെൽപ്ഫുൾ ആയി. ഓക്കെ. അപ്പൊ വേറെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിച്ചെടുക്കാനായിട്ട് വേറെ എന്താ അഡീഷണൽ സ്ട്രാറ്റജി പറ്റിയായിരുന്നു? അഡീഷണൽ എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ പറയുന്ന സബ്ജക്ട് ആദ്യം എക്സാമിനെ പറ്റി നല്ല കറക്റ്റ് ബോധ്യമാണ്. എങ്ങനെയാണ് എക്സാം സിലബസ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു സബ്ജക്ട് വേണമെങ്കിൽ 1 മാസം എടുത്തിരുന്ന് പഠിക്കാം, 2 ആഴ്ച കൊണ്ട് പഠിക്കാം, എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, അതെല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മൾ എന്തോരം കവർ ചെയ്യുന്നു, നമുക്ക് നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് പഠിക്കുന്നത് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ എല്ലാ ഫ്രണ്ട്സിനടുത്ത് പറയാം, UPSC ഇപ്പൊ എഞ്ചിനീയർ സർവീസിന് പഠിക്കുന്നവർക്കല്ല നമ്മൾ ഗേറ്റ് പഠിക്കും. ഇതിന്റെ എല്ലാത്തിന്റെ സ്ട്രാറ്റജീസ് വേറെയാണ്. നമ്മൾ ക്ലാസ്സുകൾ കാണുമ്പോൾ പോലും ക്ലാസ്സുകൾ തരുമ്പോൾ മിക്ക സ്ഥലത്തും അവർ നമുക്കിതെല്ലാം പറ്റുന്ന രീതിയിലാണ് അത് തരുന്നത്. പക്ഷെ അവിടെ എനിക്ക് ഇവിടെ എംസിഗ്മയുടെ ക്ലാസ്സിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് ഗേറ്റിന് വേണ്ടിയുള്ള രീതിയിൽ തന്നെയായിരുന്നു ക്ലാസ്. അതെ, അതുണ്ടായിരുന്നു. അതായത് ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം ഈ കുറെ അവേഴ്സ് എടുക്കാതെ 200 ഒരുപാട് മണിക്കൂർ എടുക്കുന്ന ക്ലാസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വേറെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് അവസാനം അവരുടെ കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു ഫോമുല പറയാനായിരിക്കും 3 മണിക്കൂർ ക്ലാസ് എടുക്കും. ഓക്കെ, അത് ആക്ച്വലി അത് നല്ലതാണ്. ഓക്കെ, അത് നല്ലതല്ലെന്നൊന്നും പറയില്ല. പക്ഷെ ഇപ്പൊ ഗേറ്റിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് അത് ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഫോമുല മനസ്സിലായത് എങ്ങനെ വന്നു, എവിടെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത സ്ട്രാറ്റജി ശരിയാന്ന് ഞാൻ പറയത്തില്ല. അതൊരു നല്ല ടേക്ക് അവേ പോയിന്റ് ആണ് അല്ലേ? ഗൂഗിള് നമ്മുടെ ജൂനിയേഴ്സിന് വേണ്ടി പറയുന്ന നല്ലൊരു മെസ്സേജ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെ? അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാം എന്താ ആവശ്യപ്പെടുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒരു തരപ്പെടുത്തി വെക്കുക. സോ ദാറ്റ് മറ്റൊരു എക്സാമിന് മറ്റൊരു സ്റ്റൈലായിരിക്കും വേണ്ടത് അല്ലെ? അതനുസരിച്ച് നമ്മൾ ആ എക്സാമിന് വേണ്ടി നമ്മൾ മാറണം. എല്ലാത്തിനും ഒരു കോമൺ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ല അല്ലെ? എല്ലാം വാരി വലിച്ച് പഠിക്കലല്ല, സെലക്റ്റീവ് ആയിരിക്കും. ഇതൊക്കെയാണ്. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ.